ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുകയാണോ? അപ്പോൾ ഇന്ന് ഷിവേൾഡിൻ്റെ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. നമ്മുടെ ഹംനക്കുടിയുടെ 4th ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കുക്കിംഗ്, സെലിബ്രേഷൻ, ഗിഫ്റ്റ് കൊടുക്കൽ, ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ എല്ലാം ഒറ്റ വീഡിയോയിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഒരു ഫുൾ ഡേ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. രാവിലെ സ്കൂളിൽ പോകാനുള്ള തിരക്കിലാണ്. ഇന്ന് സ്കൂളുണ്ട്. അപ്പോൾ സ്കൂളിൽ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ ഉണ്ട്, ചോക്ലേറ്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അത് ഹംനക്കുട്ടിയുടെ ബർത്ത്ഡേ ഡ്രസ്സാണ്. അപ്പോൾ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലാണ്. ഫുഡൊക്കെ കഴിച്ച് റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് സ്കൂളിൽ പോകുന്നതിന് മുന്നേ ആയിട്ട്. ഇപ്പോൾ ഓട്ടോ വരും, അപ്പോൾ അതിന് മുന്നേ ആയിട്ട് 1-2 റീലും വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓട്ടോയിൽ പോകുന്ന ഉപ്പാക്ക് മുട്ടായി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുട്ടായി കൊടുക്കാൻ പോവുകയാണ് ഹംനക്കുട്ടി. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ട് ണ്ടായിരുന്നു ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, മുട്ടായി കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മുട്ടായി കൊടുക്കുകയാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവളുടെ ഉപ്പ താങ്ക് യു ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ ആൾക്കാർ പോവുകയാണ്. ഇവർ കഴിഞ്ഞിട്ട് വേണം എനിക്ക് ബർത്ത്ഡേയുടെ ഒരുക്കങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്കൂളിൽ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേ ആണ് ഹംനക്കുട്ടിക്ക്. അപ്പോൾ മുട്ടായൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട്, കൊടുക്കണേന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട്, സ്കൂളിൽ നിന്ന് വരുന്ന വഴിയാണ്. അപ്പോൾ ഞാൻ പിക്ക് ചെയ്യാൻ പോയപ്പോൾ ഇത്തിരി ലേറ്റ് ആയിപ്പോയി. അപ്പോഴേക്കും ഞാൻ അവരെ കണ്ടു. അപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷനെ പറ്റിയൊക്കെ സ്കൂളിലത്തെ പരിപാടിയൊക്കെ എന്നോട് പറഞ്ഞിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ സിയാൻകുട്ടനും കൂടെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അവൻ. അപ്പോൾ അവിടെ വന്നപ്പോൾ ഹംനക്കുട്ടി ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ അവനും കൂടെ വന്നിട്ടുണ്ട് ഹംനക്കുട്ടിയെ വിളിക്കാൻ വേണ്ടിയിട്ട്. അതോ അവൻ വന്ന പാടെ തന്നെ അവൻ കൊണ്ടുവന്ന ഗിഫ്റ്റൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഹംനക്കുട്ടി ഇതാ ഞാൻ കൊണ്ടുവന്ന ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഗിഫ്റ്റൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്, നമുക്ക് സെലിബ്രേഷൻ ടൈമിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ചിക്കൻ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കട്ടിങ് കാര്യങ്ങളൊക്കെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടീസൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ട് എല്ലാവരും കൂടെ ജോയിൻ ചെയ്തിട്ട് ഒരു ബഹളമാണ്, കളിയും ബഹളമൊക്കെ. അപ്പോൾ അതിനിടയിൽ ഉമ്മച്ചിയും അനിയനായിട്ട് പോയിട്ട് കേക്കും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നേരത്തെ. അപ്പോൾ ഈവനിങ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു തരാമെന്ന് പറഞ്ഞിട്ട് കേക്ക്. അപ്പോൾ അങ്ങനെ കേക്കൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കേക്ക് കണ്ട പാടെ കുട്ടീസൊക്കെ ബഹളമാണ്, ഇപ്പം തന്നെ കേക്ക് വേണമെന്ന്. അങ്ങനെ സമാധാനിപ്പിച്ച് വിട്ടിട്ടുണ്ട് എല്ലാവരെയും. അപ്പോൾ ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ ക്ലീനിങ് പരിപാടിയിലാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ആ ഒരു ടൈമിൽ നമുക്ക് ഫുഡ് ചോറുണ്ടാക്കാം. അപ്പോൾ നമ്മളിതാ ഫ്രൈഡ് റൈസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിക്കൻ ക്ലീൻ ചെയ്ത് മസാലയൊക്കെ ഇതാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ചോറിലിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സെലിബ്രേഷൻ്റെ കൂടെ തന്നെ ഫുഡും ഉണ്ടാക്കൽ പരിപാടി, ടൈം മാനേജ്മെൻറ്റ് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ പ്ലാൻ ചെയ്ത് ആ ഒരു ഇതിൽ പോയാൽ മാത്രമേ കറക്റ്റ് ടൈമിൽ നമുക്ക് ഫുഡൊക്കെ കൊടുത്ത് സെലിബ്രേഷനൊക്കെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും കൂടെ ഒത്തുപിടിച്ച് കുക്കിംഗ് പരിപാടിയിലാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ ഒരു സന്തോഷം തന്നെയാണ്. എപ്പോഴും ഇങ്ങനെ കാണുമല്ലോ, നമ്മൾ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുമ്പോൾ വല്ലപ്പോഴും ഇതുപോലെ എല്ലാവരൊക്കെ വന്നിട്ട് ഒരു സെലിബ്രേഷൻ മൂഡൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അത് നമ്മുടെ ഹംനക്കുട്ടി കുളിച്ച് റെഡിയായി പിന്നെയും പുതിയ ഉടുപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കേക്ക് കട്ടിങ്ങിൻ്റെ ആ ഒരു ഇതിലാണ് നിൽക്കുന്നത് ആൾ. അപ്പോൾ ബലൂണൊക്കെ ഇപ്പോൾ സെറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഇവരൊക്കെ സ്കൂളിൽ നിന്ന് വന്നിട്ട് നമ്മൾ സെലിബ്രേഷൻ്റെ ½ ആൻ അവർ മുമ്പേ ബലൂണൊക്കെ സെറ്റ് ചെയ്യാറുള്ള കേട്ടോ, അല്ലെങ്കിൽ കുട്ടീസൊക്കെ എല്ലാം പൊട്ടിച്ച് നശിപ്പിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. ഇനി കുറച്ച് സമയമേ ഉള്ളൂ കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും കുറച്ച് 1-2 പേര് ഇവിടെ എത്താനുണ്ട്. അപ്പോൾ അവരെയും കൂടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ
ഇതിനിടയിൽ അവളുടെ ദിയ ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ദിയ ചേച്ചിയും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗിഫ്റ്റൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് സെലിബ്രേഷൻ ടൈമിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനിടയിൽ ബലൂൺസ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാം വീർപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തോ ഭയത്തിന് 1-2 പൊട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ പൊട്ടാതെ ഇവരെയും കൂടി മാനേജ് ചെയ്ത് വേണം നമുക്ക് ബലൂൺസ് ഒക്കെ കിട്ടേണ്ടത്. അവരെല്ലാം അതിനെല്ലാം പെറക്കിക്കൊണ്ട് പോയി കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഫോട്ടോസിന് മാത്രമേ ബലൂൺസ് കിട്ടാറുള്ളൂ. ബാക്കി എല്ലാവരും കുട്ടീസല്ലേ, അപ്പോൾ അവരെടുത്തുകൊണ്ട് പോകും. അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോഴേക്കും എല്ലാ ബലൂൺസും താനെ തന്നെ പൊട്ടിക്കോളും. അപ്പോൾ നമ്മുടെ 4th ആ ഒരു ബലൂണ് കൂടി നമ്പർ ബലൂണ് കൂടി നമ്മൾ വീർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടിപ്പട്ടാളം മൊത്തത്തിൽ റെഡി ആയിട്ട് സെറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. ഇനി നമ്മുടെ കേക്കിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഹംനക്കുട്ടി ഭയങ്കര ഹാപ്പി മൂഡിലാണ് ആള്. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറേ നാളുകൊണ്ട് ചോദിക്കുകയാണ് എപ്പോഴാണ് ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിതാ കേക്ക് എടുത്തിട്ട് വരെയാണ്. അപ്പോൾ കുട്ടീസൊക്കെ കേക്കിൻ്റെ ബോക്സിലാണ് കേട്ടോ കണ്ണൊക്കെ. അപ്പോൾ എല്ലാവരും കേക്ക് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല, അതിനകത്ത് എന്താ അവസ്ഥയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിപ്പോഴാണ് കേക്ക് അൺബോക്സ് ചെയ്യുന്നത്. നമ്മൾ ബട്ടർ സ്കോച്ചിൻ്റെ കേക്കാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കപ്പ് കേക്കും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കേൻഡിലൂടെ കത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുട്ടീസൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എപ്പോഴാണ് കേക്ക് കട്ട് ചെയ്യുന്നത്, എന്താ പെട്ടെന്ന് കട്ട് ചെയ്യാത്തതെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ കേക്ക് കട്ടിങ്ങും അപ്പോൾ അതൊക്കെ എല്ലാവർക്കും ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നമ്മുടെ അടുത്തുള്ള വീട്ടിലുള്ള അവർക്കൊക്കെ കൊടുക്കണം, കുറച്ച് ചോക്ലേറ്റ്സും കേക്കൊക്കെ. അപ്പോൾ അതൊക്കെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മിൻഹക്കുട്ടിക്കും നൗറുട്ടിക്കും ചെയ്യാൻ എല്ലാവർക്കും കേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ വൈകുന്നേരത്തെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഉമ്മച്ചി കേക്ക് കട്ട് ചെയ്യാത്ത എന്താന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു താമസവും ഇല്ല, അതിപ്പോൾ കാലിയാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും കേക്ക് ഇഷ്ടമല്ലാത്തവർ ആരാണല്ലേ. അപ്പോൾ നമ്മളും ഇതുപോലെ സെലിബ്രേഷനൊക്കെ വരുമ്പോഴാണ് ഇതുപോലെ നമ്മൾ മധുരമൊക്കെ ഇത്തിരി കുറച്ച് കൂടുതലായിട്ട് കഴിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ആ ഒരു ടൈമിൽ കൊടുത്തതാണ്. അപ്പോൾ കുറച്ച് പ്ലേറ്റ്സിൽ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേക്കൊക്കെ. അപ്പോൾ ബട്ടർ സ്കോച്ച് കേക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് കമൻറ്റ് ചെയ്യണം ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവർ. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാവർക്കും ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത കലാപരിപാടി ഗിഫ്റ്റ് കൊടുക്കലാണ്. നമ്മുടെ സിയാൻകുട്ടൻ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് ഹാപ്പി ബർത്ത്ഡേ പറയുന്ന സീനാണ്. മിൻഹക്കുട്ടിയും ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹംനക്കുട്ടിക്ക് ഇത് നേരത്തെ അറിയാം, എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുന്ന പരിപാടി കേട്ടോ. അപ്പോൾ കേക്ക് കട്ടിങ് കഴിഞ്ഞാൽ ഗിഫ്റ്റ് കിട്ടണം, അതാണ് അവളുടെ ആ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്നാണ് ഗിഫ്റ്റ് കിട്ടിയ പാടെ തന്നെ അൺബോക്സിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അൺബോക്സിങ് ചെയ്തിട്ട് ഉള്ളിൽ എന്താണെന്ന് നോക്കുന്നില്ല, അപ്പോൾ പറഞ്ഞതിന് ശേഷമാണ് നോക്കുന്നത്. അപ്പോൾ അതിനകത്ത് കുറേ കുഞ്ഞു ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള കുറേ ഐറ്റംസ് ആയിരുന്നു കേട്ടോ, കുറച്ച് ക്യൂട്ടായിട്ടുള്ള കുറേ ഐറ്റംസ്. അപ്പോൾ എല്ലാം ഇങ്ങനെ വെപ്രാളാണ് നോക്കുന്നത്. അപ്പോൾ ഇനിയും തട്ടി നോക്കുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഒരു ഗ്ലാസ്സൊക്കെ അവൾ വച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾക്കാണ് ഗിഫ്റ്റ് കിട്ടിയെന്നാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ലൈറ്റ് കത്തുന്ന ഒരു വാച്ചാണ് അന്നക്കുട്ടിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ നമുക്ക് സ്പിന്നർ പോലെ ഇങ്ങനെ കറക്കി വിടാവുന്നതാണ്. മാഗ്നറ്റിൻ്റെ ഒരു വാച്ചാണ്, പിങ്ക് കളറ്. അതൊക്കെ ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ ഓരോ ബോക്സ് പൊട്ടിക്കുമ്പോഴും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഹംന. അപ്പോൾ എല്ലാവരും ഗിഫ്റ്റ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹെൽപ്പാണ്. പക്ഷേ ഹംനക്കുട്ടി പറയുന്നത് ആരും എന്നെ ഹെൽപ്പ് ചെയ്യേണ്ട, എൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ ഞാൻ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്തോളാം അങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും നൗറുട്ടിയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്താണ് ഉള്ളിലെന്ന് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഭയങ്കര സ്പീഡപ്പിലാണ് നമ്മുടെ അൺബോക്സിങ് വീഡിയോ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സിനകത്ത് ഇരിക്കുന്നത് ഒരു ഡോക്ടർ സെറ്റിൻ്റെ ഒരു ബോക്സാണ്. അത് കണ്ട പാടെ തന്നെ ഹംനക്കുട്ടിയുടെ ഫേസിൽ തന്നെ ആ എക്സ്പ്രഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സെറ്റിൽ തന്നെ കുറേ സെറ്റ് ഉണ്ട്. ഡോക്ടർ സെറ്റ്, മേക്കപ്പ് സെറ്റ്, അങ്ങനെ പറഞ്ഞിട്ട് കുറേ സെറ്റിൻ്റെ ബോക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ അതും കൂടി ആയിട്ടുണ്ട്. അപ്പോൾ എത്ര കിട്ടിയാലും കുട്ടികൾക്ക് ഇതുപോലത്തെ ഐറ്റംസിനോടുള്ള ക്രേസ് തീരില്ല കേട്ടോ. നമ്മൾ പറയും ഇതിരിക്കുന്നതല്ലേ എന്ന് പറഞ്ഞാൽ അവരതിന് വേണ്ടിയിട്ട് വാശി പിടിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ദിയ ചേച്ചി അവൾക്ക് കൊടുത്ത ഗിഫ്റ്റാണ്.
അപ്പോൾ ഇതുപോലത്തെ പാവകൾ അവൾ വിളിക്കുന്നത് ടുട്ടൂസ് എന്നാണ് വിളിക്കുന്നത്. നൗറൂട്ടി പറഞ്ഞു കൊടുത്ത പേരാണ്. അപ്പോൾ ടുട്ടു കിട്ടിയിട്ടുണ്ട്. ഒരു ക്രാഫ്റ്റിൻ്റെ ഒരു സെറ്റാണ് അതിൽ. അപ്പോൾ മിൻഹക്കുട്ടിക്കാണ് ആ ക്രാഫ്റ്റിൻ്റെ ബോക്സ്, അവക്കാണ് അത് ഇഷ്ടമായെന്ന് പറയുന്നത്. ഉമ്മച്ചി അത് അവൾക്ക് കൊടുക്കല്ലേ, അത് എനിക്ക് തരണേന്ന് പറഞ്ഞിട്ട് നേരത്തെ എൻ്റെ ചെവി വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സിയാങ്കുട്ടൻ കുറച്ച് ക്രാഫ്റ്റായിട്ട് അവൾക്കൊരു ഗ്രീറ്റിംഗ് ഒക്കെ കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് ഒരു ക്യാമറ, ആ ഒരു ടൈപ്പിലൊരു ഷോ പീസിലുള്ള ഒരു ഷാർപ്നറാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പൊളിച്ച് നോക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ്. ഒരു മെർമെയ്ഡിൻ്റെ ഒരു ഒരു ഇറേസറാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് ക്രേസായിട്ടൊക്കെ തോന്നുന്ന തരത്തിലുള്ള കുറേ ഗിഫ്റ്റൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാ ഗിഫ്റ്റും അവൾക്ക് ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള ഒന്നുമില്ല, എല്ലാ ഗിഫ്റ്റും അവൾക്ക് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഷോ പീസസിൻ്റെ പെൻസിൽ ഇതെല്ലാം കുറേ ഉണ്ട്. എന്നാൽ അവർക്ക് ബർത്ത്ഡേ ടൈമിൽ കിട്ടുമ്പോൾ ഒരു സന്തോഷമാണല്ലേ. അപ്പോൾ ഒരു ബ്രഷ് കൂടി കിട്ടിയിട്ടുണ്ട് ഹംനക്കുട്ടിക്ക്. അപ്പോൾ അത് അവൾ പല്ല് തേച്ച് നോക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ടൈമിൽ. അങ്ങനെ കുറേ വളകൾ, സ്റ്റേഷനറി ഐറ്റംസ്, അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് പരിപാടി നമ്മുടെ ഫുഡ് പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കനൊക്കെ സെറ്റായിട്ടുണ്ട്, നമ്മുടെ ഫ്രൈഡ് റൈസ്. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് ഹാപ്പി ആയിട്ട് നമ്മുടെ സെലിബ്രേഷൻ മൂഡിൽ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും വീട്ടിലോട്ട് പോയി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുകയാണ്. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.